എറണാകുളം ആലുവ അമ്പാട്ടുകാവിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം ഒടിഞ്ഞു വീണു. റെയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും റെയിൽവേയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മരം നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, അതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ആലുവ ചൂർണിക്കര അമ്പാട്ടുകാവിലാണ് ഇപ്പോൾ മരം റെയിൽവേ ട്രാക്കിലേക്ക് ഒടിഞ്ഞ് വീണിരിക്കുന്നത്. വലിയ മരമാണ് ഒടിഞ്ഞ് വീണിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള കാറ്റും മഴയുമായിരുന്നു കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ എറണാകുളത്തുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയ മരം റെയിൽവേ ട്രാക്കിലേക്ക് ഒടിഞ്ഞ് വീണിരിക്കുന്നത്. ഇരുവശത്തേക്കുമുള്ള റെയിൽ ഗതാഗതം നിലവിൽ പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ മരം ഒടിഞ്ഞു വീണത്. ഉടനെ തന്നെ റെയിൽവേയും ഒപ്പം പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തി ഇത്തരത്തിൽ ഈ മരം നീക്കാനുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് മരം മുറിച്ചു മാറ്റി റെയിൽ ഗതാഗതം പൂർണ്ണമായും സാധാരണ സ്ഥിതിയിലേക്കാക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ മരം മുറിച്ചു മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റി റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ചാലക്കുടിയിൽ നിന്നുമുള്ള റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗവും ഇത്തരത്തിൽ എത്തി മരം മുറിച്ചു നീക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 2 ട്രെയിൻ വൈകും എന്ന് കൂടി റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ആലുവ അമ്പാട്ടുകാവിലാണ് റെയിൽവേ ട്രാക്കിലേക്ക് മരം ഒടിഞ്ഞു വീണ റെയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ലിഡിയ ജേക്കബ് നൽകിയത്.